പ്രിയമുള്ളവരെ, ഒരു പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. മലപ്പുറം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് അതിൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയും തുടക്കത്തിൽ പറയാനൊന്നും ബാക്കി വെക്കാതെ എല്ലാ കാര്യങ്ങളും അവർ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ആശങ്കയോടുകൂടിയാണ് ഈ പരിപാടിയിലേക്ക് അവർ പ്രവേശിക്കുന്നത്. നേരത്തെ ഒരു മുൻ പരിചയവുമില്ല. ഷെരീഫ് സൂചിപ്പിച്ചല്ലോ, റഫർ ചെയ്യാൻ വേണ്ടപ്പെട്ട ആൾക്കാരില്ല. പക്ഷെ അവർക്ക് കിട്ടിയത് നമ്മുടെ പ്രിയങ്കരനായ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അതുപോലെ തന്നെ ദേശീയ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അവർ രണ്ടുപേരും പറഞ്ഞു, നിങ്ങൾ ഈ പരിപാടിയുമായി മുന്നോട്ട് പോകണം. അതായിരുന്നു അവരുടെ ഊർജവും ആവേശവും. മുസ്ലിം യൂത്ത് ലീഗിന്റെ സംഭവബഹുലമായ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇവിടെ അനിൽകുമാർ MLA സൂചിപ്പിച്ചതുപോലെ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെടേണ്ട ഒരു പരിപാടിയായി ഈ മാ ലവ് ലെഗസി ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ മാറി. അവർ സൂചിപ്പിച്ചു, അവരുടെ അവസാനത്തെ ലാപ്പാണ്. മുസ്ലിം യൂത്ത് ലീഗിന്റെ അവരുടെ കാലാവധി അവസാനിക്കാൻ പോവുകയാണ്. പക്ഷേ ഈ മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും ധാരാളം പ്രവർത്തകന്മാർ, അതുപോലെ തന്നെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ ഒട്ടനവധി പ്രഗത്ഭരും പ്രശസ്തരും പങ്കെടുക്കുന്ന ചടങ്ങിൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ കാലഘട്ടം നിങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്നു എന്ന് നിസ്സംശയം ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. വളരെ നല്ല രീതിയിൽ ആ കാലഘട്ടം ഈ ജില്ലയിലെ യുവതയെ കൂടെ നിർത്തിക്കൊണ്ട് തന്നെ ഇന്നത്തെ വർത്തമാന കാലഘട്ടം മനസ്സിലാക്കി അവസാന കാലഘട്ടത്തിൽ നിങ്ങൾ നടത്തിയ ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്തുകൊണ്ടും അഭിമാനിക്കാനും ആഹ്ലാദിക്കാനും വക നൽകുന്ന സംഭവമാക്കി നിങ്ങൾക്ക് മാറ്റി. 3 ദിനരാത്രങ്ങൾ ഈ നഗരിയിലേക്ക് ഒഴുകിയെത്തിയത് 10,000-ങ്ങളാണ്. അവർ ശരിക്കും ആസ്വദിച്ചു. ഇതിന്റെ മെസ്സേജ് അവർ ഉൾക്കൊണ്ടു. അതുകൊണ്ട് തന്നെ വർദ്ധിത ആവേശത്തോടു കൂടി അവർ സംസാരിച്ചത്, നമുക്കിത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകണം. ഇതൊരു തുടക്കമാണ്. തുടക്കം ഗംഭീരമായിട്ടുണ്ട്. ഇവിടെ ഇതിന്റെ ലോഗോ അടയാളപ്പെടുത്തിയ ബലൂൺ അന്തരീക്ഷത്തിലേക്ക് പറത്തിയത് നമുക്കെല്ലാവർക്കും അറിയാം. ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയനായ വ്യക്തിത്വം ശശി തരൂരായിരുന്നു. കൂടെ നമ്മുടെ പ്രിയപ്പെട്ട MP അബ്ദുസമദ് സമദാനിയും ഉണ്ടായിരുന്നു. ആ മാ ലവ് ലെഗസി ലിറ്ററേച്ചർ അത് അടയാളപ്പെടുത്തിയ ബലൂൺ അന്തരീക്ഷത്തിൽ ഉയർത്തിയത് അവരായിരുന്നു. അങ്ങനെ വൈവിധ്യമാർന്ന പരിപാടികളോടുകൂടി അക്ഷരാർത്ഥത്തിൽ നമ്മുടെയൊക്കെ പ്രതീക്ഷക്കപ്പുറം ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ പൊതുസമൂഹത്തിനിടയിൽ വലിയ അഭിപ്രായമുണ്ടാക്കിയ പദ്ധതിയായി മാറ്റിയെടുത്താൻ നമുക്ക് സാധിച്ചു. അതിന്റെ പിന്നിൽ നിങ്ങൾ നടത്തിയ ഹോംവർക്ക്, ഞാൻ പറഞ്ഞ 6 മാസമായി ഒരു പണിപ്പുരയിലാണ്. അത് നമ്മൾ കാണാതിരുന്നുകൂടാ. എല്ലാ പണികളും മാറ്റിവെച്ചുകൊണ്ട്, എല്ലാ ഉത്തരവാദിത്തങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഒരു സമർപ്പിത മനസ്സോടുകൂടി അവർ നടത്തിയ പ്രവർത്തനം, അതിനെയാണ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. ഈ തരത്തിൽ ഈ പരുവത്തിൽ ഇതാക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ വലിയൊരു പ്രവർത്തനം വേണം. തീർച്ചയായിട്ടും മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയെ മുക്തകണ്ഠം പ്രശംസിക്കാൻ ഈ സന്ദർഭം ഞാൻ പ്രയോജനപ്പെടുത്തുന്നു. നമുക്ക് ഇതൊരു പുതിയ ആവേശമാണ്. തുടർന്നും നമുക്ക് ഈ പരിപാടികൾ ഗംഭീരമായി നടത്തണം. എല്ലാവരുടെയും സഹകരണം ഈ പരിപാടിക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച്
ദമാം മലപ്പുറം ജില്ലാ KMCCയോടുള്ള നന്ദി കടപ്പാട് ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്.